ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്കൊക്കെ അറിയാം. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് ഏത് ക്ഷേത്രം? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ്? മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നവരുടെ എന്തിനെയാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയാണ്. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആദ്യമായിട്ട് പുതുക്കി പണിതത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആദ്യമായിട്ട് പുതുക്കി പണിതത്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് തൃപ്പടിദാനം നടത്തുന്നതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. 1750 തൃപ്പടിദാനം നടത്തിയത്. 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ സർവ്വസ്വത്തുക്കളും എന്ത് ചെയ്തു? തൻ്റെ സർവസ്വവും ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുമുൽക്കാഴ്ച വെച്ച ചടങ്ങാണത് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ അറിയപ്പെടുന്ന പേര് ശ്രീ പത്മനാഭദാസന്മാരെന്നാണ്. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങി വെച്ച 2 ആചാരങ്ങളാണ് ഭദ്രദീപവും മുറജപവും. മുറജപം 6 വർഷത്തിലൊരിക്കലാണ് മുറജപം നടക്കുന്നത്. 6 വർഷം. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പത്മതീർത്ഥക്കുളം. എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് നമുക്കറിയാം. അനന്തശയനം, മഹാവിഷ്ണുവിൻ്റെ അനന്തശയനത്തിലുള്ള പ്രതിഷ്ഠയാണ് എവിടെയുള്ളത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനോടനുബന്ധിച്ച് എന്ത് ചെയ്യാറുണ്ട്? തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലും അടച്ചിടാറുണ്ട് കേട്ടോ. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിൻ്റെ അന്ന് അല്ലെങ്കിൽ ആറാട്ട് ദിവസം തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് അടച്ചിടും കേട്ടോ. അങ്ങനെയാണ്. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ആൻസർ എന്താണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം.